കുട്ടി കേടുന്നില്ല. അപ്പൊ എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ സീരിയൽ നടി വീണ നായരെ എല്ലാവർക്കും അറിയുന്നതായിരിക്കും. 2 ദിവസം മുന്നേ ഈ പുള്ളിക്കാരിയുടെ വിവാഹമായിരുന്നു. ഒരു നോർത്ത് ഇന്ത്യൻ മലയാളിയാണ് പുള്ളിക്കാരി വരൻ എന്ന് പറയുന്നത്. അത്യാവശ്യം ആളുകളെല്ലാം വിളിച്ചുകൂട്ടി നടത്തിയ ഒരു വിവാഹമായിരുന്നു അത്. വിവാഹത്തിന് ഓൺലൈൻ മീഡിയക്കാരുടെ ഒരു നിറ സാന്നിധ്യം തന്നെ ഉണ്ടായിരുന്നു. ഓൺലൈൻ മീഡിയക്കാര് വന്ന സ്ഥിതിക്ക് എന്തെങ്കിലുമൊക്കെ ഒരു വിഷയം അവിടെ ഉണ്ടാക്കും. അങ്ങനെയാണല്ലോ. ആ പതിവും ഇവിടെ ആവർത്തിക്കപ്പെട്ടു എന്നുള്ളതാണ്. ഈ ഓൺലൈൻ മീഡിയക്കാർ വിളിച്ചിട്ട് വന്നതാണോ അതോ വലിഞ്ഞു കയറി വന്നതാണോ എന്നൊന്നും അറിയത്തില്ല കേട്ടോ. എന്തായാലും ഇവര് വീണ നായരുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. മേക്കപ്പ് റൂമിന്റെ പുറത്ത് തന്നെ ഓൺലൈൻ മീഡിയക്കാരുണ്ടായിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ആ കല്യാണത്തിനാണെങ്കിൽ ഈ ഓൺലൈൻ മീഡിയക്കാർ കിടന്ന് മെഴുകുമായിരുന്നു ചെയ്തത്. എന്തൊക്കെയാണെങ്കിലും വീണ നായരെ സംബന്ധിച്ചിടത്തോളം പുള്ളിക്കാരി ഈ ഒരു കല്യാണത്തിന് ഭയങ്കര ഫ്രീ ആയിരുന്നു കേട്ടോ. എല്ലാവരോടും കളിച്ചു ചിരിച്ചു തന്നെയായിരുന്നു പുള്ളിക്കാരി സംസാരിച്ചോണ്ടിരുന്നത്. ഈ ഓൺലൈൻ മീഡിയക്കാരോടും ഇതൊക്കെ ഷൂട്ട് ചെയ്യാൻ വന്നവരോടും ഭയങ്കര നല്ല രീതിയിലായിരുന്നു പുള്ളിക്കാരി സംസാരിച്ചോണ്ടിരുന്നത്. ഇവിടെ വീണ നായർ താലി കെട്ടാൻ പോകുന്നതിന് മുന്നേ ഒരു ഓൺലൈൻ മീഡിയക്കാരനോട് പുള്ളിക്കാരി സംസാരിക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. എന്റെ ഫോട്ടോഗ്രാഫേഴ്സ് ഇത് അവിടെ ഉണ്ട്. അവരൊന്ന് ഫോട്ടോ എടുത്തോട്ടെ. എന്താ പറയുക? ചേട്ടൻ എപ്പോഴും വന്നല്ലേ? പേരെന്താ? ബാഹുബലിയാ? ചോട്ടാ ബാഹുബലിയാ? അല്ല, വൈഷ്ണവ്. ഇൻസ്റ്റയിലെ പേര് അങ്ങനെ? ഇൻസ്റ്റയിലെ പേരുള്ളവരുടെ റിയൽ പേര് അങ്ങനെയാണ്. ചുമ്മാ വേറെ കൂട്ടുകാരികളും വന്നില്ല? ആതിര വന്നില്ലേ? മറ്റേ ഹരിച്ചേട്ടൻ? ഹരി ചിലപ്പോ വരുമല്ലോ. അവന്റെ സൂര്യന്റെ വർക്ക് ആയിട്ടുണ്ട്. അച്ഛനെവിടെ? അച്ഛനെ വാട്സാപ്പിൽ സംസാരിച്ചിട്ടുള്ള പിന്നെ കണ്ടോ, നല്ല രീതിയിൽ തന്നെയാണ് പുള്ളിക്കാരി എല്ലാവരെയും ട്രീറ്റ് ചെയ്തത്. അതിവിടെ വീണ നായർ സംസാരിക്കുന്ന രീതി കണ്ടാൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും. അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഓൺലൈൻ മീഡിയക്കാര് നല്ല രീതിയിൽ ഈ കല്യാണത്തിന് ഇങ്ങനെ കിടന്ന് മെഴുകുമായിരുന്നു. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ഓൺലൈൻ മീഡിയക്കാർക്ക് നല്ലൊരു ഫ്രീഡം അല്ലെ ഫ്രീ ആയിട്ട് സംസാരിച്ചെന്ന് വിചാരിച്ചിട്ട് ഈ ഒട്ടകത്തിന് ഇടം കൊടുത്ത പോലെ ആവും. ഇച്ചിരി സ്വാതന്ത്ര്യമായിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ വേണ്ടടുത്തും വേണ്ടാടത്തടുത്തും ഒക്കെ ചെന്ന് ഇവരിങ്ങനെ ഓരോന്നൊക്കെ ചോദിക്കലായിരിക്കും. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇവരെ പല സെലിബ്രിറ്റീസും കല്യാണത്തിന് വിലക്കുന്നത്. വരരുതെന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ വിളിക്കത്ത് പോലും ഇല്ല, എന്നാലും വലിഞ്ഞു കയറി ചെല്ലും. മര്യാദക്ക് എടുത്തിട്ട് പോവുകയാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല. ഇവര് കല്യാണത്തിന് എത്തുന്നത് തന്നെ ഈ കല്യാണവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടാക്കാൻ തന്നെയാണ് ഇവർ എഴുന്നള്ളുന്നത്. ഇത് നമ്മൾ മുമ്പും ഒരുപാട് കണ്ടതാണ്. അപ്പൊ എന്തായാലും നേരത്തെ പറഞ്ഞ പോലെ എല്ലാത്തിനും മുൻപന്തിയിൽ ഈ ഓൺലൈൻ മീഡിയക്കാരുണ്ടാവും. ഈ താലി കെട്ടുന്ന സമയത്തിലും അവര് മുൻപന്തിയിലുണ്ട്. ഈ താലി കെട്ടുന്ന ഒരു വീഡിയോ ഉണ്ട്, അത് ഞാനൊന്ന് കാണിച്ചു തരാം. ചേട്ടാ ഹലോ, ഉൾട്ടാൻ പറ്റില്ല. കണ്ടില്ലേ, പുള്ളിക്കാരി ആ ഒരു താലി കെട്ടുന്ന സമയത്താണെങ്കിലും ഫ്രീ ആയിട്ടും കൂളായിട്ടും ഒക്കെയാണ് അവിടെ നിന്നത്. പുള്ളിക്കാരി തന്നെ പറയുന്നുണ്ട് മീഡിയക്കാരോട് മാറി നിൽക്കാനൊക്കെ. പുള്ളിക്കാരി തന്നെയാണ് ചെക്കനെ താലി പിടിക്കാൻ തന്നെ പഠിപ്പിച്ചു കൊടുക്കുന്നത്. ഈ ഒരു സമയത്ത് ഈ ഒരു മനസ്സായിട്ട് നിൽക്കാൻ തന്നെ സമ്മതിക്കണം കേട്ടോ. ടെൻഷനോ കാര്യങ്ങളോ ഇല്ലാതെ ഭയങ്കര ഫ്രീ ആയിട്ട് കൂളായിട്ടൊക്കെയാണ് പുള്ളിക്കാരി നിൽക്കുന്നത്. ശരിക്കും ആ സമയത്ത് നമുക്കൊന്നും പറ്റത്തില്ല, ഭയങ്കര ടെൻഷൻ ആയിരിക്കും. എങ്ങനെയെങ്കിലും പരിപാടി കഴിഞ്ഞ് വീട്ടിലേക്ക് പോയാൽ മതി എന്നായിരിക്കും മനസ്സിലുള്ള ചിന്ത. ഈ സമയത്ത് ഇങ്ങനെ യാതൊരു കൂസലും ഇല്ലാണ്ട് നിൽക്കാൻ പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു കാര്യം തന്നെയാണ്. എന്തായാലും ആ ഒരു സമയത്തെ താലി കെട്ടുന്ന ആ ഒരു സമയത്തെ ആ ഒരു അപ്രോച്ച് പുള്ളിക്കാരിയുടെ ഇഷ്ടപ്പെട്ടില്ല മിക്കവർക്കും. ഈ താലി കെട്ടുന്ന വീഡിയോയുടെ കമന്റ് ബോക്സിലാണെങ്കിൽ പൂര തെറിവിളികളാണ്. പ്രത്യേകിച്ച് നമ്മുടെ മലയാളികൾക്കാണ് കേട്ടോ ഇഷ്ടപ്പെടാത്തത്. 1-2 കമന്റ്സ് ഞാൻ വായിച്ചു തരാം. ഇവൾ ഓവറാണ്, നല്ല അഹങ്കാരമുള്ള കുട്ടി. അല്ല, എന്ത് കണ്ടിട്ടാണ് ഈ അഹങ്കാരം ഓവറാണ് എന്നൊക്കെ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. താലി കെട്ടുന്ന സമയത്ത് ഒരു പെണ്ണ് കൂളായിട്ട് നിൽക്കുമ്പോൾ അവൾ അഹങ്കാരിയായി മാറുമോ? ചിലരുടെ വിചാരമുണ്ട് ഈ താലി കെട്ടുന്ന സമയത്ത് ഈ പെണ്ണ് ഭയങ്കര പേടിച്ച് തല താഴ്ത്തി നാണിച്ചൊക്കെ ഇങ്ങനെ നിൽക്കണമെന്ന്. അതൊക്കെയാണ് ഇവരുടെ മനസ്സിലെ ചിന്തകൾ. അതിനപ്പുറത്തേക്ക് മാറിക്കഴിഞ്ഞാൽ അവൾ അഹങ്കാരിയായി. ഇപ്പോഴും ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ടെന്ന് ആലോചിക്കുമ്പോഴാണ്. അപ്പോൾ അടുത്തൊരു കമന്റ്, 2 വട്ടം നിലത്ത് വീഴാൻ പോയ താലി ഇതിനി ഡിവോഴ്സിലെത്തും. ഇത് പുതിയൊരു അറിവാണ് കേട്ടോ. താലി 2 വട്ടം താഴെ വീഴാൻ പോയി കഴിഞ്ഞാൽ അതൊരു ഡിവോഴ്സിലേക്ക് എത്തുമെന്നൊക്കെ പറയുന്നത്. ഈ കമന്റ് ഇട്ട ആള് നല്ല രീതിയിൽ ആഗ്രഹിക്കുന്നുണ്ടാവും ഡിവോഴ്സ് ആവാൻ വേണ്ടി.
ഇതിന് ചുട്ട മറുപടിയായിട്ട് വേറൊരാളെ റിപ്ലൈ കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് കണ്ടുനോക്കാം. അങ്ങനെയുണ്ടോ? താലി നിലത്ത് വീണ ഞങ്ങൾ ഡിവോഴ്സ് ആയില്ലല്ലോ എന്ന്. അത്രേ ഉള്ളൂ. ചുമ്മാ ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ പറയണ്ടേ, അതുകൊണ്ട് പറയുന്നത്. ഇവളിത്തിരി ഓവറാണ്, ഇതൊരു കല്യാണമാണെന്ന് പോലും തോന്നുന്നില്ല എന്ന് അടുത്ത കമന്റ്. അല്ല, ഇതെന്താ അടിയന്തരമായിട്ട് വല്ല ഫീൽ ചെയ്തോ? അല്ല, അറിയാൻ ചോദിക്കാണ്. ആ അമ്പലവും ചെക്കനെയും പെണ്ണിനെയും താലിമാലയും എല്ലാം കണ്ടിട്ട് നിങ്ങൾക്കൊരു കല്യാണമായിട്ട് ഫീൽ ചെയ്തില്ലെന്ന് പറഞ്ഞാൽ അത് വലിയ കാര്യമാണ് കേട്ടോ. എന്തായാലും ആൾക്കാരെ നല്ല രീതിയിൽ കുറെ നെഗറ്റീവ് കമന്റ് ഇടുന്നുണ്ട് കമന്റ് ബോക്സിൽ. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞിട്ട് വീണ നായർ ചെക്കന്റെ വീട്ടിലേക്ക് പോകാനായിട്ട് കാറിലേക്ക് കയറുന്ന ഒരു സീനുണ്ട്. നല്ല രീതിയിൽ വീണയ്ക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം നമുക്കറിയാലോ, ആദ്യമായിട്ട് ചെക്കന്റെ വീട്ടിലേക്ക് പോകാനുള്ള ആ ഒരു ടെൻഷനും വീട്ടുകാരെയൊക്കെ പിരിഞ്ഞു പോകാനുള്ള ആ ഒരു സിറ്റുവേഷൻ. അങ്ങനെ ആ ഒരു സമയത്ത് ഭയങ്കര ടെൻഷനും വിഷമവും ഒക്കെ ആയിട്ടിരിക്കുന്ന സമയത്ത് വീണ നായർ കരയുന്നുണ്ടായിരുന്നു. ആ കരഞ്ഞ സമയത്ത് ഏതോ ഒരു മീഡിയക്കാരൻ പുള്ളിക്കാരനൊരു ഓഞ്ഞ ചോദ്യം പുള്ളിക്കാരനോട് ചോദിച്ചു. അത് വീണയെ നല്ല രീതിയിൽ പ്രൊവോക്ക് ചെയ്തു. വീണയുടെ ആ മറുപടി ആണെങ്കിലോ വലിയ രീതിയിൽ വിവാദമാവുകയും ചെയ്തു. നമുക്ക് എന്തായാലും ആ ചോദ്യവും മറുപടിയും ഒന്ന് കണ്ടുനോക്കാം. കുട്ടി കേടുന്നില്ല കേട്ടോ. എന്തായാലും കല്യാണമൊക്കെ കഴിഞ്ഞ് വീട്ടുകാരെയൊക്കെ പിരിഞ്ഞു പോകുന്ന ഒരു പെണ്ണിനോട് ചോദിച്ച ചോദ്യം നോക്കണേ നിങ്ങൾ. കാറിൽ കയറിയിട്ടിരുന്ന് കരഞ്ഞോളാൻ. ഇതൊക്കെ ചോദിക്കാൻ ഇവൻ ആരാണ് ഏതാണ് ഈ ഓൺലൈൻ മീഡിയ എന്നൊന്നും അറിയില്ല. അറിയാമായിരുന്നെങ്കിൽ അവർക്കിട്ട് നല്ല കൊട്ടു കൊടുക്കായിരുന്നു. ഒരുമാതിരി ഒലക്കമേലോ ചോദ്യമായി പോയല്ലേ. ഒന്നാമത് അവര് ഭയങ്കര ടെൻഷനിലൊക്കെയാണ് പോകാൻ പോകുന്നത്. ആ ഒരു സമയത്ത് ഇങ്ങനത്തെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കാണെങ്കിലും ദേഷ്യം വരും. എന്തായാലും ഈ ഒരു മറുപടി എന്തായാലും കലക്കി. ഇനി മേലാൽ ഇങ്ങനെ ഒരു ചോദ്യമോ ഇതുപോലൊരു ചോദ്യമോ ഒന്നും ആരോടും ചോദിക്കരുത്. ഈ വീണ ഈ ഒരു കാര്യം പറഞ്ഞതിന്റെ പേരിൽ ഒരുപാട് സൈബർ അറ്റാക്ക് വീണയ്ക്ക് നേരിടേണ്ടി വരുന്നുണ്ട്. കരച്ചിൽ മാറ്റി ചിരിക്കാനെങ്ങാണ്ട് പറഞ്ഞതാണ്. അഹങ്കാരിയാണെന്ന്, എന്തായാലും പുള്ളിക്കാരി അഹങ്കാരിയാണെന്ന് തെളിയിച്ചു. ശരിക്കും പറഞ്ഞ ആ ഒരു ചോദ്യം കേൾക്കുമ്പോൾ തന്നെ അറിയാം കൃത്യമായും വീണയെ കളിയാക്കാൻ വേണ്ടി തന്നെയാണ് പുള്ളിക്കാരൻ ആ ഒരു രീതിയിൽ സംസാരിച്ചത്. എന്തായാലും അതിനെ ന്യായീകരിക്കാൻ ആരും വരണ്ട. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കമന്റ് ബോക്സിൽ ഒരു 70% ആണെങ്കിലും അല്ലെങ്കിൽ 75% ആണെങ്കിലും വീണയെ സൈബർ അറ്റാക്ക് ചെയ്തുകൊണ്ടാണ് ആ ഒരു കമന്റ് വന്നേക്കുന്നത്. എന്തായാലും ഈ ഒരു കാര്യങ്ങൾ കഴിഞ്ഞ് ഈ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചൊക്കെ കഴിഞ്ഞ് വീണ കാറിലേക്ക് കയറുന്നുണ്ട്. ആ ഒരു സമയത്ത് പോലും അണ്ണാക്കിലേക്ക് ക്യാമറയുമായിട്ടാണ് ബാക്കിയുള്ള മീഡിയക്കാരും കൂടി ചെല്ലുന്നത്. അന്നേരമുള്ള വീണയുടെ അപ്രോച്ച് നമുക്കൊന്ന് കണ്ടു. എന്തായാലും കഷ്ടമുണ്ട്, ഒരുപാട് സങ്കടമുണ്ട് മനസ്സിൽ. എന്നിട്ടും ഇങ്ങനെ എന്തുവാ, ഒരാളുടെ പ്രൈവസി അല്ലേ ഇതൊക്കെ. ശരിക്കും പറഞ്ഞാൽ അത് കണ്ടപ്പോ എനിക്ക് എന്താ തോന്നിയെന്നറിയില്ല. അണ്ണാക്കിലേക്ക് ക്യാമറയും കുത്തിക്കൊണ്ട് വരുന്ന ആ ഒരു ആൾക്കാരെ മുഖത്തടിച്ച രീതിയിലാണ് ആ കാറിന്റെ ഡോറ് വലിച്ചടച്ചത്. എന്തായാലും അതെന്തായാലും കലക്കിയിട്ടുണ്ട്. പക്ഷെ അവിടെയും കുറ്റം മുഴുവനും വീണയ്ക്ക് തന്നെയാണ് കേട്ടോ. വീണ്ടും ഇങ്ങനെ ചെയ്തതിന് കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് വീണയ്ക്കെതിരെ വീണ്ടും കമന്റ് വന്നിരിക്കുന്നത്. അതിൽ 1-2 കമന്റ് ആണിത്. എന്തിനാണ് ഇത്രയും കഷ്ടപ്പെട്ട് വിഷമിച്ച് കല്യാണം കഴിക്കുന്നത്? ആ വണ്ടിയുടെ ഡോറ് പൊളി, ഷോ കിടന്ന് തുള്ളിയപ്പം പിന്നെ ഈ ഒരു വിഷമമൊന്നും കണ്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് വേറെ കുറച്ച് കമന്റ് വന്നിട്ടുണ്ട്. ഷോ കിടന്ന് തുള്ളിയപ്പോ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ഈ വിവാഹത്തിന്റെ സമയത്ത് ഈ ഡാൻസും കാര്യങ്ങളൊക്കെ ഇവർ കളിച്ചിട്ടുണ്ടായിരുന്നു. ഡാൻസ് കളിച്ചപ്പോ ഈ വിഷമമൊന്നും ഓർത്തില്ലല്ലോ. ഇപ്പോഴെന്താ വീട്ടുകാരെ ഓർത്ത് കരയുന്നൊക്കെ പറഞ്ഞിട്ടാണ് കമന്റ്. ഇപ്പൊ വന്ന് വീണ എന്ത് ചെയ്താലും കുറ്റമായി മാറും. തുടക്കത്തിൽ നല്ല കൂളായിട്ട് എല്ലാവരോടും നല്ല രീതിയിൽ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോ അതായി കുറ്റം. അവസാനം വന്ന് കരഞ്ഞപ്പോ അതായി കുറ്റം. എന്ത് ചെയ്താലും കുറ്റം. വല്ലാത്തൊരാൾക്കാർ തന്നെയാണ്. എന്തായാലും ഈ കല്യാണത്തിന് വന്ന ഓൺലൈൻ മീഡിയക്കാർക്ക് എന്തായാലും സന്തോഷമായി കാണും. കാര്യം ഒരു കല്യാണത്തിന് വന്ന് പങ്കെടുത്ത് അവളെ കൊണ്ട് പ്രൊവോക്ക് ചെയ്ത് ഓരോന്ന് വായിരിക്കുന്നത് കേട്ട് ആ രീതിയിൽ വിവാദമാക്കി മാറ്റിയപ്പോൾ അവർക്ക് സമാധാനമായി. ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ഇവന്മാരെ കല്യാണത്തിന് അടുപ്പിക്കരുതെന്ന് പറയുന്നത്. ഏതൊക്കെ സെലിബ്രിറ്റീസിന്റെ കല്യാണത്തിന് ഇവന്മാരെയൊക്കെ അടുപ്പിച്ചിട്ടുണ്ടോ അപ്പോഴൊക്കെ എന്തെങ്കിലുമൊക്കെ വിവാദങ്ങൾ ഉണ്ടാക്കിയിട്ടുമുണ്ട്. എനിക്ക് പറയാനുള്ളത്, ഇനി കല്യാണം നടത്തുന്ന സെലിബ്രിറ്റീസ് ഇവന്മാരെ ഒന്നും അടുപ്പിക്കരുത്. അതേ എനിക്ക് പറയാനുള്ളൂ. അപ്പൊ എനിക്ക് ഇത്രയൊക്കെ പറയാനുള്ളൂ. ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതെന്ന് വെച്ചാൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ബൈ.